ഹലോ ഗായ്സ്, ഇതാ ഞാനൊരു മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ പൈനാപ്പിൾ പൊരിച്ചത്. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടാട്ട് ഈ ഒരു റെസിപ്പി. അപ്പോൾ നമ്മൾ പൈനാപ്പിൾ ബാക്കിയൊന്നുണ്ടായിരുന്ന പൈനാപ്പിൾ ഞാൻ ലേശം ഉപ്പിട്ട് മുളകും പൊടി ഇട്ട് കുരുമുളക് പൊടി ഇട്ട് പിന്നെ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായി കുഴച്ചെടുക്കും. നിങ്ങൾക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം, എന്നിട്ട് എരിവിനനുസരിച്ചുള്ള മുളകും പൊടിയും ചേർക്കട്ടോ. ഞങ്ങൾ കുരുമുളക് പൊടിയാണ് കുറച്ച് കൂടുതൽ ഇട്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ഫ്രൈ പാൻ വെച്ചു. ഇതാ ചിതകണ്ട പൊരിക്ക് മുടിച്ചിട്ടുണ്ട്. നല്ല രസമെന്നാണ് പറഞ്ഞ് നമുക്ക് രസം നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ മൊത്തം ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വേപ്പിലിട്ട് നമുക്ക് ഇടയ്ക്കൊന്ന് മറച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പം സ്മെല്ല് നല്ല അടിപൊളി മണമാണ്. നമ്മൾ മൊത്തം ഇതേപോലെ മറിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലേക്ക് മണ്ടേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ഇങ്ങനെ വിതറി കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ഗൈസ്. അങ്ങനെ ഏകദേശം നമ്മൾ പൈനാപ്പിൾ പൊരിച്ച റെഡി ആയിട്ട് ഞാൻ ചൂട്ടോടെ ഉമ്മക്ക് കൊണ്ടുപോയി കൊടുത്തതാണ് കേട്ടോ. ഉമ്മാനെ കൈയും പൊള്ളി വായും പൊള്ളി. ഉമ്മക്ക് കൈമ്മ തന്നെ നോക്കിയപ്പോൾ നല്ല ഇഷ്ടമായി. ഉമ്മക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഉമ്മക്ക് നല്ല അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടായി. പിന്നെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി, എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല അടിപൊളി ടേസ്റ്റ്, ഒരു മധുരം എരിവും പുളിയും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ അത്രയും ഇന്നത്തെ ഒരു ചെറിയൊരു മിനി വ്ളോഗാണ് കേട്ടോ. മിന്നു പറഞ്ഞു തരും കേട്ടോ എങ്ങനെയാണ്.